കുറേ കുട്ടികളുടെ സംശയമാണ് +1 ഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഏതാണെന്ന കാര്യം. ഈ വീഡിയോയിൽ എക്സാക്ട്ലി ആ ലിസ്റ്റ് ഞാൻ ചാപ്റ്റർ വൈസ് തരാം, ശ്രദ്ധിച്ചിരുന്നോളാം. ഇനി ഈ ഡെറിവേഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം എന്താ അറിയോ? ഡെറിവേഷൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ ഒരു ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ വന്നോളും. ന്യൂമറിക്കൽ ആയിക്കോട്ടെ, വേറെ കോൺസെപ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റൻസ് ആയിക്കോട്ടെ, അതൊക്കെ വേറെ രീതിയിൽ ചോദിക്കുക അവർക്ക്. ഡെറിവേഷൻ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് ഷുവർ മാർക്കാണ്, ഫ്രീ മാർക്കാണ്. എന്ന് മാത്രമല്ല, മിക്ക വർഷങ്ങളും നമ്മൾ പേപ്പർ എടുത്ത് നോക്കിയാൽ +1 ഫിസിക്സിൽ ഓപ്ഷൻസ് കൂടി ചേർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പകുതി മാർക്കും വരുന്നത് ഡെറിവേഷൻ ആണ്. എക്സാക്ട്ലി അങ്ങനെ എല്ലാ വർഷവും വരണമെന്നില്ല, പക്ഷെ ഒരു 40 to 50% മാർക്ക് നിങ്ങൾക്ക് വെറും ഡെറിവേഷൻ പഠിച്ച് മാത്രം കിട്ടും. അതിൽ തന്നെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഡെറിവേഷനാണ് നിങ്ങൾ ആദ്യം പഠിച്ച് സെറ്റാക്കേണ്ടത്. കാരണം നിങ്ങൾ ഡെറിവേഷൻ ഫുൾ പഠിച്ചു പോയാലും 90% ചോദിക്കാൻ പോകുന്നത് ആ ഡെറിവേഷൻസ് ആണ്. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരും. ഇനി ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ 2 വഴി നിങ്ങൾക്കുണ്ട്. ഒന്ന്, ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അത് നിങ്ങൾക്ക് കണ്ടുപഠിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ എല്ലാ +1 ഡെറിവേഷൻസ് എടുത്ത ഒരു വീഡിയോ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് അതിൽ ഈ സ്റ്റാർ ഇട്ട ഡെറിവേഷൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് പഠിച്ചെടുക്കാം. ബാക്കിയുള്ള ഡെറിവേഷൻസ് പഠിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സ്റ്റാർ ഡെറിവേഷൻ നമ്മൾ ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ നോക്കാം. മോഷൻ സ്ട്രേറ്റ് ലൈനിൽ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്തായാലും പഠിച്ചു വെക്കണം. ബാക്കിയുള്ളത് പഠിക്കാം, പക്ഷേ ഇതാണ് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഈ വർഷവും ഏറ്റവും ചാൻസ് ഉള്ളത് ഈ 3 ഡെറിവേഷനാണ്. പഠിക്കാതെ പറ്റില്ല. മോഷൻ്റെ പ്ലെയിനിലാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ആയിട്ട് അങ്ങനെ ചോദിക്കുന്നത് കുറച്ച് കുറവാണ്, എന്നാലും പഠിക്കണം. ഓക്കെ, ഇക്വേഷൻ ഓഫ് പാത്തും പഠിച്ചു വെക്കുകയാണ് നല്ലത്. പിന്നെ ഈ വെലോസിറ്റിയുടെയും സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഡെറിവേഷൻ, ഇത് മസ്റ്റ് ഡു ആണ്, പഠിച്ചു വെച്ചോളാം, ചോദിക്കും. ലോസ് ഓഫ് മോഷനിലേക്ക് വരാണ് F=ma പഠിക്കണം. അതുപോലെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പ്രൂവ് ചെയ്യാൻ വേണ്ടി പഠിക്കണം, സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട്. തേർഡ് ലോ ഉപയോഗിച്ചിട്ട് വേണേൽ പഠിച്ച് വെച്ചോളാം, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. റീകർവ് വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ ഓഫ് റീപോസ് ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കുലർ ലെവൽ റോഡിൻ്റെ സേഫ് സ്പീഡിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്കിങ് ഓഫ് റോഡ്സിൻ്റെ ഡെറിവേഷൻ. ലോസ് ഓഫ് മോഷൻ അതാണ്. വർക്ക് എനർജി പവറിൽ വർക്ക് എനർജി തിയറം എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ ഫീലിംഗ് ബോഡി അതേപോലെ തന്നെ ചോദിക്കുന്നതാണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ്ങും സാമാന്യം ഇമ്പോർട്ടൻ്റ് ആണ്. എലാസ്റ്റിക് കൊളീഷൻ്റെ ഡെറിവേഷൻ ഉണ്ട്, അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കുറവാണ്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളാം. ഓക്കെ, ബാക്കിയുള്ളതും ഉണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഗ്രാവിറ്റേഷനിൽ എല്ലാം ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ സിമ്പിൾ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിലേക്ക് ചോദിക്കുള്ളൂ. വേരിയേഷൻ ഓഫ് ജീവിത ഹൈറ്റ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയേഷൻ ഓഫ് ജീവിത ഡെപ്ത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, ചെറിയ ഡെറിവേഷൻ ആണ്. ടൈം പീരീഡ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കുറവാണ്, എന്നാലും പഠിക്കണം. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി സാമാന്യം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുന്നത് വളരെ നല്ല ഐഡിയ ആയിരിക്കും ആ ചാപ്റ്ററിൽ. റൊട്ടേഷനിൽ ആകെ 2 ഉള്ളൂ, 2 പഠിച്ചോ, ഏതെങ്കിലും ഒന്ന് ചോദിക്കും, മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഇതാണ്, ഏതെങ്കിലും ഒന്ന് ചോദിക്കും. സോളിഡ്സിൽ 3 ഡെറിവേഷൻ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഫോർമുല ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ളൂ, അതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി കൂടി പഠിച്ചു, ആകെ എത്രയല്ലേ ഉള്ളൂ, അപ്പം പിന്നെ അതിൽ ഏതെങ്കിലും അല്ലേ ചോദിക്കുള്ളൂ, പഠിച്ചു വെക്കുക, 4 പഠിച്ചു വെക്കുന്നതാണ് ബുദ്ധി. ഫ്ലൂയിഡ്സിൽ ഏറ്റവും ഡെറിവേഷൻ ഉള്ള ചാപ്റ്ററാണ് ഫ്ലൂയിഡ്സ്, അപ്പോൾ സെലക്റ്റീവ് ആയിട്ട് പഠിക്കുന്നതാണ് ബുദ്ധി. ഹൈഡ്രോളിക്സിൻ്റെ പഠിക്കണം. ഇക്വേഷൻ ഓഫ് ക്വാണ്ടിറ്റി, ബെർണോളിസ് പ്രിൻസിപ്പിൾ, ടെർമിനൽ വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസ് പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിലറി ഹൈറ്റ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും പഠിക്കണം, ഒരു സംശയമില്ല. ബാക്കിയുള്ളത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാമോ ഒന്ന് നോക്കിയാൽ മതി. 2 ഡെറിവേഷനുള്ള തെർമൽ പ്രോപ്പർട്ടീസ് 2 പഠിച്ചു വെക്കുക ബുദ്ധി. തെർമോഡൈനാമിക്സിൽ ഇത്ര ഡെറിവേഷനാണ്, അതായത് ഐസോ തെർമൽ, ഐഡിയാബാറ്റിക്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഐസോബാർക്ക് ഡെറിവേഷൻ ആയിട്ടൊന്നുമില്ല, ഒരു കുഞ്ഞ് സാധനമാണ്, പഠിച്ചു വെക്കുക. ഐസോകോർക്ക് ഡെറിവേഷൻ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു കുഞ്ഞ് ഇക്വേഷൻ ആണ്, പഠിച്ചു വെക്കുക. മേയേഴ്സ് ഫോർമുല CP - CV = R, അത് പഠിക്കണം. പിന്നെ എഫിഷ്യൻസി ഓഫ് കാർബൺ എഞ്ചിൻ വേണമെങ്കിൽ പഠിച്ചു വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പ്രഷർ എക്സൈറ്റഡ് ബൈ ഗ്യാസ് വളരെ ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ ആണ്. ആവറേജ് കൈനറ്റിക് എനർജി അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് മോണോ അറ്റോമിക് ഗ്യാസും ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി ഡൈഅറ്റോമിക് വേണമെങ്കിൽ പഠിക്കാം. ഓസിലേഷൻസിൽ വരാണ് ഇക്വേഷൻസ് ഓർ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. എക്സിൻ്റെ ഇക്വേഷൻ A cos ω t തന്നിട്ട് വെലോസിറ്റി ആക്സലറേഷൻ ഡിറൈവ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ പെൻഡലും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പ്രിംഗ് ബോൾ സിസ്റ്റം അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജീസ് ഓഫ് എക്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കുറവാണ്, എന്നാലും പഠിച്ചു നല്ലതായിരിക്കും. ഇക്വേഷൻ ഫോർ വെലോസിറ്റി അത് V = ω × √A², അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. വേവ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെസ്ഡ് സ്ട്രിങ്ങിൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ്, ലെസ്സർ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ ഇത്രയും ഡെറിവേഷൻസ് ആണ് ഈ സ്റ്റാർ ഇട്ടത്, എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പോയി പഠിച്ചോളുക, കാരണം ഇത് ഫ്രീ മാർക്കാണ്. പഠിച്ച് അതേപോലെ എഴുതി വെച്ചാൽ വെറുതെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ ഒരു ബോധത്തോടു കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വെറുതെ കുറച്ച് മാർക്ക് ഉണ്ടാക്കാം. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന എല്ലാ ഫ്രണ്ട്സിനും അറിയിക്കാം. വൈകുന്നേരത്തെ ലൈവിൽ വരാനും മറക്കണ്ട. നമുക്ക് അടിച്ച് പൊളിച്ച് തകർക്കാടോ. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.